പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ, ക്ഷേമത്തോടെ, സമാധാനത്തോടു കൂടെ ആയിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന് നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ഒരുവൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ മനുഷ്യർ പലവിധത്തിൽ പ്രതികരിക്കും. ചിലപ്പോൾ നമുക്ക് നേരിടുന്ന രോഗങ്ങളെക്കുറിച്ചും സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചും എതിർപ്പുകളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും മക്കളുടെ തലതിരിഞ്ഞ ജീവിതത്തെക്കുറിച്ചും ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലതും പറഞ്ഞേക്കാം ഇത് അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് സംഭവിച്ചതാണ് എന്ന്. പലരുടെയും പലവിധത്തിലുള്ള വാക്കുകൾ നമ്മെ തകർക്കുകയും ശക്തിഹീനരാക്കുകയും ചെയ്തേക്കാം. എന്നാൽ നീതിമാന്മാരായ തൻ്റെ ഭക്തന്മാരെ കുറിച്ച് ദൈവത്തിന് ചിലത് പറയുവാനുണ്ട്. മറ്റുള്ളവർ പറയുന്ന വാക്കുകളല്ല ദൈവം നമ്മോട് പറയുന്നതെന്ന് നാം കേൾക്കുവാൻ തയ്യാറാകണം. ശൗലും രാജ്യങ്ങളും ദാവീദിനെതിരായി നിന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്നെല്ലാം ദാവീദിനെ വിടുവിച്ച് ഇസ്രായേൽ രാജാവായി വാഴിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ സ്വന്തം മകനായ അബ്സലോം തനിക്കെതിരായി നിന്നത് നിമിത്തം ദാവീദ് പ്രാണരക്ഷാർത്ഥം സിംഹാസനം വിട്ട് ഓടേണ്ടതായി വന്നു. തനിക്ക് നേരിട്ട വലിയ വിപത്തുകളുടെ നടുവിൽ ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് മറ്റുള്ളവർ ആദ്യം രഹസ്യമായും പിന്നെ പരസ്യമായും പറഞ്ഞു തുടങ്ങി. അവന് ദൈവത്തിന് രക്ഷയില്ല എന്ന് പലരും പറയുന്നു. ഇനി തൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് ഉണ്ടാവുകയില്ല എന്ന് പലരും പറഞ്ഞു. ആവർത്തിച്ച് പറയുന്ന ഓരോ വാക്കുകൾ നിമിത്തം തൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടമാക്കുവാൻ ദാവീദ് തയ്യാറായില്ല. ലോകം മുഴുവനും ഒരുമിച്ച് നിന്ന് നെഗറ്റീവായി പറഞ്ഞാലും ദൈവം പറയുന്നത് പോലെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനായിരുന്നു ദാവീദ്. ചില ഘട്ടത്തിൽ ദൈവവും കൂടെ നമ്മെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ എന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ കൂടെ നാം പോകേണ്ടതായി വരാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉടനെ ഉണ്ടാകാതിരിക്കുമ്പോൾ ഇവനെ രക്ഷിക്കാൻ ആരും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തകർക്കുവാൻ ശത്രു ശ്രമിച്ചെന്നും വരാം. എന്നാൽ നാം സേവിക്കുന്ന ദൈവം അങ്ങനെ നമ്മെ ഉപേക്ഷിക്കുന്നവനാണോ? കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആമേൻ. പ്രിയ ദൈവവേദലേ, ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. യോബിൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്നേഹിതർ പരിഹസിച്ചു. തൻ്റെ ഭാര്യ പോലും വിശ്വാസം ത്യജിച്ച് ചത്തുകളയുവാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ വീഴ്ചയിൽ പലരും പറഞ്ഞു, ഇനി നീ എങ്ങനെ പാടും? നീ എങ്ങനെ രാജ്യം ഭരിക്കും? നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? നിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുമോ എന്നെല്ലാം ആമൻ ദാവീദിനെ കുറിച്ച് പറയുവാനിടയായി. ആകയാൽ നാം പലരുടെ വാക്കുകൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ ദൈവശബ്ദത്തിനായി പ്രിയ ദൈവവേദലേ ഇന്ന് പകൽക്കാലം നാം കാതു കൊടുക്കാം. ലോകം നമ്മെ നോക്കി പറഞ്ഞേക്കാം, നീ ഉയർച്ച പ്രാപിക്കത്തില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് നിന്നെ തകർത്ത് കളയുമ്പോൾ, ആമെ തളർത്തിക്കളയുമ്പോൾ നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു ദൈവ പൈതലിനെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഈ പ്രഭാതം സർവശക്തനായ ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. ദൈവശബ്ദത്തിനായി നമ്മെ ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുമ്പോൾ ദാവീദ് പാടിയതുപോലെ ഇന്ന് പ്രഭാതം ഞങ്ങളും ദൈവസന്നിധിയിൽ പാടുകയാണ്. കർത്താവേ, ആമേ സ്തോത്രം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ആകയാൽ ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളുടെ മേലും അവർ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ, അവർ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, ഏത് അവൻ സ്തോത്രം വാക്കുകൾ കേട്ട് അവൻ ക്ഷീണിച്ചും തളർന്നും വാടിയും ഇരിക്കുന്നുവോ, ഇന്ന് പ്രഭാതം കർത്താവേ സ്തോത്രം, ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും ശക്തിയും അവിടെ മേൽ കർത്താവേ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ
നാമത്തിൽ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസികമായ നിരാശകളിലും, ആമേ രോഗശയ്യയിലും കർത്താവേ, അവൻ വാർദ്ധക്യ ബലഹീനതയിലും സാമ്പത്തിക ഞെരുക്കങ്ങളിലും സകല പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവേ, തളർന്നു ക്ഷീണിച്ചു വാടിയിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ദാവീദ് പ്രത്യാശ വെച്ചതുപോലെ ഈ പ്രഭാതം പ്രത്യാശയിൽ കർത്താവെ ശക്തിപ്പെടുവാൻ സ്വർഗം കൃപ ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.